അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന ഒരു വിഷയം ഏതാണ്ട് ഒരു ലോകാത്ഭുതം തന്നെ സംഭവിച്ചിരിക്കുന്നു. അതിന് തുല്യമായ ഒരു കാര്യമാണ്. അത് ഇസ്രായേൽ, പലസ്തീൻ, ഹൂത്തി, അമേരിക്ക ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആയതുകൊണ്ട് വിഷയം എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അമേരിക്ക എന്ന അഹങ്കാരി രാജ്യത്തിൻ്റെ ഏതാണ്ട് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച യുദ്ധക്കപ്പൽ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു ഐസൻഹോവർ എന്ന് പേരുള്ള അവരുടെ യുദ്ധക്കപ്പൽ. ഐസൻഹോവറാണ് എന്ന് അമേരിക്ക അടക്കമുള്ള വൻശക്തി രാജ്യങ്ങൾ പലരും ഏറ്റവും മികച്ച യുദ്ധക്കപ്പലുകളിൽ ഒന്ന് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോ അമേരിക്കൻ ജനതയുടെയും സ്വകാര്യ അഹങ്കാരമാണ് ഈ ഐസൻഹോവർ എന്ന യുദ്ധക്കപ്പൽ. അതിന് അമേരിക്കൻ സൈനിക നേതൃത്വം വിശേഷിപ്പിക്കുന്നത് ലോകത്താരാലും തകർക്കാൻ കഴിയാത്ത, അഭിപ്രായപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ലോകത്തെ ഈ കപ്പലിനെ തകർക്കാൻ ശേഷിയുള്ള ഒരു ആയുധവും ഇന്ന് ലോകത്തിൻ്റെ ഒരു രാജ്യത്തും ഇതിനെ പറ്റിയ ഒരായുധം കണ്ടുപിടിച്ചിട്ടില്ല എന്നും ആരാലും തകർക്കാൻ പറ്റാത്ത ഒരു യുദ്ധക്കപ്പലാണ് ഞങ്ങളുടെ ഐസൻഹോവർ എന്നും ഒക്കെ പറഞ്ഞ് വീമ്പളക്കുമായിരുന്നു. എന്നാൽ ഈ ഐസൻഹോവർ ഇതാ തകർക്കപ്പെട്ടിരിക്കുന്നു. അത് ഇറാൻ നിർമ്മിതമായ, ഇറാന്റെ അത്യന്താധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഇറാന്റെ അതിശക്തമായ 2 മിസൈലുകളാണ് ഈ ഐസൻഹോവറിനെ ചെങ്കടലിൽ മുക്കിയത് അഥവാ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ കപ്പലിന് അടികിട്ടിയ ആ സീൻ നമുക്കൊന്ന് കാണാം. നിങ്ങൾ കണ്ടു നോക്കൂ. ഇതാ ആ സീൻ. ഈ കപ്പൽ സാധാരണ ഒരു പ്രത്യേക സ്ഥലത്ത്, കടലിലെ ഒരു പ്രത്യേക പോയിന്റിൽ സ്ഥിരമായി നങ്കൂരമിടാറില്ല. ഓരോ ദിവസവും ഓരോരോ പ്രത്യേക കടലിലെ പ്രത്യേക കോണുകളിലേക്ക് ഈ കപ്പലിനെ മാറ്റി മാറ്റി നങ്കൂരമിടുകയാണ്. അതിൻ്റെ കാരണം ശത്രു വിഭാഗത്തിന് ഈ കപ്പൽ എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയരുത്. അതിനു വേണ്ടിയിട്ട് ദിനേന ആ കപ്പൽ മാറ്റി മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ നിന്നും 100 കണക്കിന് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. എന്നാൽ ഈ കപ്പൽ കിടക്കുന്ന പോയിന്റ് കൃത്യമായി കണ്ടെത്തുകയും ആ പോയിന്റിലേക്ക് ഹൂത്തികൾ മിസൈൽ അയക്കുകയും, തുരുതുര എന്ന് 100 കണക്കിന് മിസൈലുകളൊന്നും അയച്ചില്ല, വെറും 2 മിസൈലുകളാണ് അയച്ചത്. ഈ 2 മിസൈലുകളും കൃത്യമായി ഈ കപ്പലിൽ പതിക്കുകയുണ്ടായി. കപ്പൽ ഇപ്പോൾ ചെങ്കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുങ്ങലിൽ നിന്നും രക്ഷപ്പെടുത്താൻ തീവ്ര ശ്രമം അമേരിക്കൻ നാവികസേന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കപ്പൽ അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ കപ്പൽ ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കണ്ടല്ലോ. അപ്പോൾ അമേരിക്കയുടെ അഹങ്കാരം ഇവിടെ തകർന്നിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ലോകത്തെ തലച്ചോറുള്ള ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അമേരിക്കയുടെ സാങ്കേതിക വിദ്യയെ വെല്ലുന്ന സാങ്കേതിക വിദ്യ ഹൂത്തികൾ സ്വായത്തമാക്കിയിരിക്കുന്നു. ഹൂത്തികൾ അത് കണ്ടെത്തിയിരിക്കുന്നു. ഒരു പക്ഷേ ഇറാനിൽ നിന്നും കിട്ടിയ സഹായമായിരിക്കാം. ഹൂത്തികൾ അല്ലെങ്കിൽ ഇറാൻ അമേരിക്കയെ കവച്ചു വെക്കുന്ന സാങ്കേതിക വിദ്യയുടെ ഉടമകളായിരിക്കുന്നു. എന്നാൽ ഈ കപ്പൽ കടലിൽ പോയി വെറുതെ നങ്കൂരമിട്ട് കിടക്കുകയല്ല ചെയ്യുന്നത്. ഈ കപ്പലിനെ സംരക്ഷിച്ചുകൊണ്ട് 100 കണക്കിന് ഡിസ്ട്രോയറുകൾ ഈ കപ്പലിനെ ചുറ്റും വലയം വെച്ച് കിടക്കുകയാണ്. അത് കൂടാതെ മറ്റ് അനേകം യുദ്ധക്കപ്പലുകളും
ഈ കപ്പലിനെ വലയം വെച്ച് കിടപ്പുണ്ട്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ആക്രമണം വന്നാൽ ഒന്നിനല്ലെങ്കിൽ മറ്റൊന്നിനെ ആ ആക്രമണത്തെ തടയാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഈ കപ്പൽ നങ്കൂരമിടുന്നത്. എന്നാൽ ഹൂത്തികൾ തൊടുത്തുവിട്ട ഈ 2 മിസൈലുകൾ മറ്റ് ഡിസ്ട്രോയറുകളെയോ അല്ലെങ്കിൽ കാവൽ യുദ്ധക്കപ്പലുകളെയോ ഒന്നും ഒരു പോറലേൽപ്പിക്കാതെ കൃത്യമായിട്ട് അവർ ടാർഗറ്റ് ചെയ്ത ഐസനോവറിനെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിറ്റ് ചെയ്തിരിക്കുന്നു. ആ കപ്പലിൽ പതിച്ചിരിക്കുന്നു. കപ്പലാകെ തകർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്ക അവകാശപ്പെടുന്നത് ഞങ്ങളുടെ ഐസനോവറിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഹൂത്തികളുടെ തിരിച്ചുള്ള മറുപടി, ആ കപ്പലിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് ഒരു വീഡിയോയിലൂടെ നിങ്ങൾ തെളിയിക്കുക. അങ്ങനെ അവർ ഒരു വീഡിയോ ചെയ്തു, ഒരു വീഡിയോ പുറത്തുവിട്ടു. ഈ വീഡിയോ സത്യത്തിൽ മാസങ്ങൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്ത വീഡിയോ ആയിരുന്നു. ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണെന്ന് അമേരിക്കക്ക് ഇതുവരെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും കപ്പൽ തകർന്നു എന്ന് തന്നെയാണ്. ഇതിൽ നിന്നും നമുക്കെല്ലാം പഠിക്കാവുന്ന ഒരു പാഠമുണ്ട്. എന്താണ് ആ പാഠം? അമേരിക്കയെ വെല്ലുന്ന സാങ്കേതിക വിദ്യ ഹൂത്തികൾ സ്വായത്തമാക്കിയിരിക്കുന്നു, അഥവാ ഇറാൻ സ്വായത്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും ഇറാനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സൈനിക വിങ്ങാണ് ഹൂത്തികൾ. ഈ ഹൂത്തികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇറാൻ നൽകിയിട്ട് വേണം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇറാന്റെ തലച്ചോറ് തന്നെയാണ് എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് അമേരിക്കയടക്കം ലോകത്തിലെ ഏത് വമ്പനെയും വീഴ്ത്താനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് ഹൂത്തികളും ഇറാനും തെളിയിച്ചിരിക്കുകയാണ്. ഈ ഐസനോവറിൽ നിന്നാണ് ദിനംപ്രതി 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ പറന്നു പൊങ്ങി ഗസയ്ക്ക് മേലെ ബോംബിംഗ് വർഷം നടത്തുന്നത്, ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത്, അവിടുത്തെ ഗർഭിണികളെ കൊന്നൊടുക്കുന്നത്, അവിടുത്തെ സ്ത്രീകളെ കൊന്നൊടുക്കുന്നത്, അവിടുത്തെ യുവാക്കളെ കൊന്നൊടുക്കുന്നത് ഈ ഐസനോവറിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും പറന്നുയരുന്ന യുദ്ധവിമാനങ്ങളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ഇതിൽ നിന്നും അമേരിക്കയ്ക്ക് തലയൂറണമെങ്കിൽ ഇസ്രയേലികൾക്ക് ജീവിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഹമാസ് വിഷയത്തിന്, ഫലസ്തീൻ വിഷയത്തിന്, ഗസ വിഷയത്തിന് ഒരു പരിഹാരം കാണുക. ഇത് മാത്രമേ മാർഗമുള്ളൂ. ഇല്ലാത്ത പക്ഷം അമേരിക്കയുടെ നിരവധി വമ്പൻ കപ്പലുകൾ ഇനിയും മുങ്ങും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആയതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയിലൂടെ ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എന്നെ ശ്രവിച്ച, എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.